والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى لا يقال في الأرض الله الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുമായ പണ്ഡിതന്മാർ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിന്നും സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ കൊണ്ട് നരകത്തിൽ തൊട്ട് റൈത്തുക്ക് ചെല്ലപ്പെട്ടവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ധാരാളം മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് പലരും ഇന്ന് നമ്മളിലില്ല. അവരൊക്കെ ഖബറിലാണ്. അല്ലാഹു അവരുടെ ജീവിതം സ്വർഗത്തോപ്പാകട്ടെ. അദാബുകളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിലെയും മദ്രസയെയും മറ്റ് പ്രസ്ഥാനങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാസ്ഥാനിക കുടുംബങ്ങളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവിനൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ഈ മഹത്തായ മദ്രസയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു, അതിനുവേണ്ടി അധ്വാനിച്ച് സദഖകളും ദാനധർമ്മങ്ങളും ചെയ്ത് മരണപ്പെട്ടു പോയ ധാരാളം മുഅ്മിനീങ്ങൾ അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അടുത്ത കാലങ്ങളിലായിട്ട് നമ്മുടെ ഇതിന്റെ മദ്രസയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ച, സഹകരിച്ച, ഇതിന്റെ ബൈൻഡിങ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുതൽ സഹായിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും ഞമ്മൾക്കും അവർക്കും നമുക്കുമൊക്കെ എല്ലാ ഖൈറാത്തുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാൻ ശരീഫ് ഈ വർഷം അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമുക്ക് ഇത്തരം പരിപാടികൾ നടത്താനും ആളുകൾ ഒത്തുകൂടാനും തുടങ്ങിയുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലാഹു തആല ഒരുക്കി തന്നതിൽ നാം എത്ര സ്തുതിച്ചാലും അത് മതിയാവുകയില്ല. കഴിഞ്ഞ കാലങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ റമളാനിലോ ഉള്ള അതേ രീതിയിൽ ഈ വർഷവും ഈ റമളാനും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ഒരു പേടിയും ഭീതിയും ഒക്കെ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ലോകമാസകലം ഈ മാരകമായ രോഗം വീണ്ടും വീണ്ടും അതിരൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് പ്രതിവിധി കണ്ടെത്താനോ ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി മരുന്നുകളും മറ്റുമൊക്കെ വിപണിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിലും ആ മരുന്നുകളെ കൊണ്ടൊന്നും അത് കുത്തിവെച്ച് അല്ലെങ്കിൽ അത് കയറ്റിയിട്ട് പോലും വലിയ വലിയ നേതൃത്വങ്ങൾക്ക് വരെ ഈ മാരകമായ രോഗം പിടിപെട്ടു എന്ന് പറയുമ്പോൾ, അപ്പൊ മരുന്ന് കുടിച്ചാലും അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ചാലും യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അള്ളാഹുവിലേക്ക് നാം നന്നായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അടുത്തുകൊണ്ടിരിക്കുക.
അദ്കാറുകളെ കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടും മഹാന്മാരായ ഗുരുനാഥന്മാരും സാലിഹീങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ആത്മീയമായ വഴികളിലൂടെ അള്ളാഹുവിനേക്ക് ചികിത്സകൾ തേടി അള്ളാഹുവിനേക്ക് പോവുക എന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരുവിധ മരുന്നുകളും ഇല്ല എന്നത് നമുക്ക് ബോധ്യപ്പെട്ട ഒരു വസ്തുതയാണ്. അള്ളാഹുവിനെല്ലാവരും ഇത്തരം മാരകമായ വിപത്തുകളെ തൊട്ട് മുഴുവനും പടച്ചതമ്പുരാൻ കാത്ത് സലാമത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് ഇന്നലെ അൽഹംദുലില്ലാഹ് തുടങ്ങി വെച്ച ഈ മഹത്തായ മജ്‌ലിസ് നാളെയും മറ്റന്നാളും അടുത്ത ഞായറാഴ്ച വരെ തിങ്കളാഴ്ച വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സദസ്സ് പല സ്ഥലങ്ങളിലും ക്ലാസ്സുകളും മറ്റുമൊക്കെ ഇപ്പോ അതൊക്കെ ക്യാൻസലാക്കേണ്ടുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ, ഇന്ന് സുബഹിക്ക് വന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നമ്മുടെ കോട്ടക്കലും പരിസരങ്ങളിലും എടരിക്കോട് പരിസരങ്ങളിലൊക്കെ ധാരാളം രോഗികൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനങ്ങളെ തൊട്ടും മദ്രസകളെ തൊട്ടും ഉസ്താദുമാരെ തൊട്ടും വേണ്ടപ്പെട്ടവരെ തൊട്ടുമൊക്കെ പടച്ചതമ്പുരാൻ പൂർണ്ണമായ ഹിഫ്ള് കാവല് അല്ലാഹു നൽകുമാറാവട്ടെ. അപ്പൊ അടുത്ത തിങ്കളാഴ്ച വരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും എന്ന് നിർത്തിവെക്കേണ്ടി വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിർത്തിവെക്കോളം ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഓരോ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ഓരോ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ആകാശം പൊട്ടി വിടരും മുമ്പ് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നേതൃത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആകാശം പൊട്ടി വിടരും മുൻപ് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സംഭവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ആകാശം പൊട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഭൂമികളൊക്കെ ഇപ്പോൾ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലേക്കാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഴയും അതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മളെ ഉത്ബോധനം നടത്താനുമാണ് എന്ന വസ്തുത ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആകത്തുക പറഞ്ഞാൽ ലോകാവസാനം അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലുഹു, അല്ലാഹുവിന്റെ ഖിയാമത്ത് നാൾ വന്നിരിക്കുന്നു, ഫലാ തസ്തഅജിലുഹു, നിങ്ങൾ അത് ഉടരിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഉടരിപ്പിച്ച് ചോദിക്കേണ്ടതില്ല. അത് വന്നു എന്ന് പറഞ്ഞാൽ വരും എന്ന കാര്യത്തിൽ ഉറപ്പുള്ള യാഥാർത്ഥ്യമാണ് ആ പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ വിഷയവുമായിട്ട് പഠനം നടത്തിയപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഏകദേശം ഭാഗങ്ങളിലും പറ്റാവുന്ന സൂറത്തുകളിലൊക്കെ നോക്കുമ്പോൾ ലോകാവസാനത്തിനെ സംബന്ധിച്ച് പറയാത്ത ഒരു സൂറയും വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ കഴിഞ്ഞു പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പറയാത്ത വിഷയങ്ങൾ വളരെ കുറവാണ്. ഈ ലോകം എന്ന് പറയുന്നത് സകല ചരാചരങ്ങളുടെയും വാസസ്ഥലം എന്നാണ് ലോകം എന്ന് പറഞ്ഞ മലയാള വാക്കിന്റെ അർത്ഥം തന്നെ മഹാന്മാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ലോകം എന്ന് നമ്മൾ പറയുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. ഏതാണ് അല്ലാഹു തആല? റബ്ബിൽ ആലമീൻ, ലോകത്തിനെ സംരക്ഷിക്കുന്ന അല്ലാഹു തആല. ഇത് നമ്മൾ എല്ലാ സമയത്തും പറയുന്ന അൽഹംദുലില്ലാഹ് പറയാത്ത ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. പരിശുദ്ധമായ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതില്ലാത്തതില്ല. അപ്പൊ ആ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ വാക്കുകളിലും സാധാരണ ആളുകളുടെ വാക്കുകളിലൊക്കെ എപ്പോഴും വരുന്നതാണ്. റബ്ബിൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ ആലമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്ത ലോകത്തുള്ള സകലതും എന്നതാണ് ആലമീൻ. ആലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ഖുർആൻ ശരീഫിന്റെ എല്ലാ ഭാഗങ്ങളിലും സത്യത്തിൽ പറയുന്നുണ്ട് ലോകാവസാനത്തിനെ സംബന്ധിച്ചു. റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് ഇതിന്റെ അർത്ഥം. അത് ശബ്ദധാരാവലി അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ലോകം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് കാണാം. ലോകത്തുള്ള സകല ചരാചരങ്ങളും വസിക്കുന്ന സ്ഥലം എന്നതാണ് ലോകം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഖുർആൻ റബ്ബിൽ ആലമീൻ, ആലമീനായ അല്ലാഹു
അള്ളാഹുവിന്റെ സംരക്ഷണം അല്ലെങ്കിൽ അള്ളാഹുവിനെയാണ് ഞാൻ സ്തുതിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നത് ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്, പരിശുദ്ധ ഖുർആനിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ ലോകാവസാനത്തിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാത്ത ഒരു വചനങ്ങളും കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനിൽ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ, ലോകത്തുള്ള സകലതും നശിക്കുകയാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ലോകത്തെ ശേഷിക്കുമെന്നുള്ളത് ഏത് മാത്രമാണ്? അല്ലാഹു മാത്രമാണ് ശേഷിക്കാനുള്ളത്. അല്ലാത്തത് മുഴുവനും നഷ്ടത്തിലേക്കാണ്. ഭൂമി ലോകത്തുള്ളത് മുഴുവനും നശിക്കാനുള്ളതാണ്. റബ്ബ് ശേഷിക്കുന്നു. ഏതാണ് ആ റബ്ബ്? ദുൽ ജലാലി വൽ ഇക്റാം, വളർമയും ബഹുമാനവും ആദരവും എല്ലാം ഉൾക്കൊള്ളുന്ന സർവലോക സംരക്ഷകനായ അല്ലാഹു മാത്രമേ ഈ ലോകത്ത് ശേഷിക്കുകയുള്ളൂ. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും ആത്മാവിനെ പിടിക്കുന്ന മലക്ക്, മലക്കുൽ മൗത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം, ആ മലക്കും നശിക്കാനുള്ളതാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്ന ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കും നശിക്കാനുള്ളതാണ്. അപ്പൊ ലോകത്ത് എല്ലാം നശിക്കുന്നു. അതാണ് കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അപ്പൊ ലോകത്തുള്ള സകലതും നശിച്ചു പോകുന്നുണ്ട്, ഒന്നും ശേഷിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. മാ ഇൻദകും യൻഫദു, നിങ്ങളുടെ അരികിലുള്ളതൊക്കെയും നശിക്കുന്നു. വമാ ഇൻദല്ലാഹി ബാഖ്, അല്ലാഹുവിന്റെ അരികിലുള്ളത് മാത്രമേ ശേഷിക്കുകയുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും നശിക്കാനുള്ളതാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെ അധികം ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറ്റ് സംഭവങ്ങൾ പറഞ്ഞതുപോലെ, മറ്റ് ധാരാളം സംഭവങ്ങൾ പറഞ്ഞതുപോലെ ഖുർആനിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിട്ട് ലോകാവസാനത്തിനെ പറ്റി പറയുന്നില്ല. സൂറത്തുൽ ബഖറയിൽ കാണാം, സൂറത്ത് ആലി ഇംറാനിൽ കാണാം, സൂറത്തുൽ അറാഫിൽ കാണാം, അംഫാലിൽ കാണാം. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് സൂറത്ത് അന്നാസ് വരെയുള്ള സൂറത്തുകളിൽ എല്ലായിടങ്ങളിലും ലോകത്തിന്റെ അവസാനത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് വ്യക്തമായി പറയുന്ന ഇടങ്ങളുണ്ട്, വ്യംഗ്യമായിട്ട് പറയുന്ന ഇടങ്ങളുണ്ട്, മറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ഇടങ്ങളുണ്ട്. സൂറത്തുൽ ഖിയാമ എന്ന് പറയുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ പേര് കേൾക്കുമ്പോൾ ഖിയാമത്ത് നാളാണ് പരാമർശമെങ്കിലും അതിന്റെ ചില വചനങ്ങൾ മാത്രമാണ് ലോക അവസാനത്തിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു കാര്യം നിങ്ങളൊക്കെയും ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധമായ ഹദീസുകളും പഠിപ്പിക്കുമ്പോൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ, വളരെ ഗൗരവത്തിൽ കാര്യം പറയുമ്പോൾ അവിടെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിരി, അവസാന ദിനങ്ങളെ കൊണ്ടും ദിനത്തിനെ കൊണ്ടും വിശ്വസിക്കുക, അവസാന ദിവസത്തിനെ കൊണ്ടും വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അഖിരിം വൈഫറു, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, യൗമുൽ ആഖിർ കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ അഖിരിം വൈഫറു, നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ നീ ബഹുമാനിക്കണം, നീ ആദരിക്കണം. ഇങ്ങനെ 100 കണക്ക് അല്ലെങ്കിൽ 1000കണക്കിന് ഹദീസുകളിൽ വളരെ ഗൗരവമായിട്ട് ഗഹനമായിട്ട് വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ യൗമുൽ ആഖിറിനെ സംബന്ധിച്ച പരാമർശമുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ 5 കാര്യങ്ങളുടെ പേരിലാണ് എടുക്കപ്പെട്ടിരിക്കുന്നത്. ഈമാൻ കാര്യങ്ങളുണ്ട്, ഇസ്ലാം കാര്യങ്ങളുണ്ട്, അവിടെയും വിശ്വസിക്കൽ നിർബന്ധമാണ് യൗമുൽ ആഖിറിനെ സംബന്ധിച്ച്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഭൗതികമായ ലോകം കഴിഞ്ഞിട്ട് മറ്റൊരു ലോകം നമുക്ക് കടന്നു വരാനുണ്ട്. ആ ലോകത്തിൽ
ലോകത്തിനെ സംബന്ധിച്ചാണ് യൗമുൽ ആഖിർ എന്ന് പറയുന്നത്. യൗമ് എന്ന് പറയുന്നത് ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. ദിവസം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രാപ്പകലുകൾ ഉൾക്കൊള്ളുന്ന സംഗതിക്കാണ് ദിവസം എന്ന് പറയുന്നത്. ദിവസം എന്ന് പറയണമെങ്കിൽ, യൗമ് എന്ന് പറയണമെങ്കിൽ രാത്രി വേണം, യൗമ് എന്ന് പറയണമെങ്കിൽ പകലും വേണം. അപ്പോൾ സൂര്യൻ ഇവിടെ ഉണ്ടാവണം, അതുപോലെ ചന്ദ്രൻ ഇവിടെ ഉണ്ടാവണം. സൂര്യൻ ഉണ്ടായിട്ട് ആ സൂര്യൻ ഉദിച്ചിട്ട് ആ സൂര്യൻ അസ്തമിക്കണം, അസ്തമിച്ചിട്ട് രാത്രിയും ഇവിടെ വരേണ്ടതുണ്ട്. അതേ വിശുദ്ധ ഖുർആൻ അതൊക്കെയും സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഏത് രീതിക്കാണ് അവസാനിപ്പിക്കേണ്ടത്, ഏത് ഭാഗമാണ് പരാമർശിക്കേണ്ടത്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അല്ലെങ്കിൽ പല പല ദിവസങ്ങളിലോ ഈ മഹത്തായ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ അതുകൊണ്ട് നമുക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ അന്തരീക്ഷങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുമ്പോൾ ഏത് ആയത്താണ് നിങ്ങളുടെ മുന്നിൽ പറയേണ്ടത്, ഏത് വചനങ്ങളുടെ അർത്ഥമാണ് നിങ്ങളോട് സൂചിപ്പിക്കേണ്ടത്, അത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂലങ്കഷമായി ചിന്തിക്കാനുള്ളതാണ്. കാരണം ഏതെടുത്ത് പറഞ്ഞാലും ഒന്നില്ലാത്ത മാറ്റങ്ങള്, ഒന്നില്ലാത്ത പ്രത്യേകതകള്, ഒന്നില്ലാത്ത ഗുണങ്ങള് മറ്റു സ്ഥലങ്ങളിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നോക്കി നിങ്ങള് സൂറത്തുൻ നാസിയാത്ത് എന്ന് പറയുന്ന വന്നാസിയാത്തി ഉറഖാ വന്നാശിതാത്തി നശ്താ വസ്സാബിഹാത്തി സബ്ഹാ ഫസ്സാബിഖാത്തി സബ്ഖാ ഫൽമുദബ്ബിറാത്തി അംറാ യൗമ തർജുഫുർ റാജിഫാ തത്ബഉഹാ റാദിഫാ ഖുലൂബുൻ യൗമൈദിൻ വാജിഫാ അബ്സാറുഹാ ഖാശിയാ എന്ന് പറയുന്ന വചനങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് ഖുലൂബുൻ യൗമൈദിൻ വാജിഫാ അബ്സാറുഹാ ഖാശിയാ കണ്ണുകളൊക്കെയും ഭയവിഹ്വലമാകുന്ന സന്ദർഭമാണ്. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറാ അഇദാ കുന്നാ ഇളാമൻ നഖിറാ ഖാലൂ തിൽക ഇദാ കറത്തുൻ ഖാസിറാ. ഇത് മുഴുവനും വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് അതേ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. അതിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞതിന്റെ ശേഷം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്ന മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, കോവിഡ് എന്ന് പറയുന്ന മഹാദുരന്തം ലോകമാസകലം താണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം അതിന്റെ മുന്നില് അതേ പകച്ചു നിൽക്കുകയാണ്. ഏത് ഭൗതിക ശാസ്ത്രജ്ഞനാണെങ്കിലും അതിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ഭൗതിക ശാസ്ത്രജ്ഞനും ഇന്ന് ലോകത്തില്ല. എത്ര വലിയ ഭൗതികവാദികൾ, നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാരും ഓർക്കണം നിങ്ങൾ. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിരീശ്വരവാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരനില്ലെന്ന് പറയുന്ന, ലോകത്തിന് ഒരു അധിപനായ നേതൃത്വം ഇല്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇലാഹ് എന്ന് പറയുന്ന അല്ലാഹു എന്ന് പറയുന്ന സംഭവം, ഒരു മഹാശക്തി അല്ലാഹു അഹദ്, ഏകനായ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനയില്ല, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. ഉറക്കം അവനിക്കില്ല, തൂങ്ങി ഉറങ്ങൽ അവനിക്കില്ല. അങ്ങനത്തെ ഒരുത്തനായ അല്ലാഹ്, അങ്ങനത്തെ ഒരുവനായ റബ്ബ്, ആ ഒരുവനായ റബ്ബ്, ആ റബ്ബാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ശാസ്ത്രീയമായ പഠനങ്ങൾ പുരോഗമിക്കുമ്പോ, ലോകത്തിനെ സംബന്ധിച്ച് പഠനങ്ങൾ പുരോഗമിക്കുമ്പോ ഓരോ സെക്കൻഡിലും പഠനങ്ങൾ നടക്കുകയാണ്. ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ അവര് തഹജ്ജുദ് നിസ്കരിക്കുന്നവരല്ല, അവര് സുന്നത്ത് നിസ്കരിക്കുന്നവരല്ല, അവര് ഇബാദത്തിന് ഒഴുകുന്നവരല്ല. അവര് ലോകത്തിന്റെ പ്രകാശങ്ങളെ സംബന്ധിച്ച്, ലോകത്തുള്ള ഗാലക്സികളെ സംബന്ധിച്ച്, ലോകത്തുള്ള ഏതേത് വസ്തുക്കളുണ്ടോ എല്ലാത്തിനെ സംബന്ധിച്ചും പഠനങ്ങൾ നടത്തുമ്പോൾ ഓരോരുത്തരുടെ പഠനങ്ങളുടെയും അവസാന ഫലം എത്തിപ്പെടുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് വെളിച്ചം വരാത്ത ഒരു കാലഘട്ടത്തിൽ, എഴുതാൻ വസ്തുക്കളില്ലാത്ത കാലഘട്ടത്തിൽ, കത്തിക്കാൻ ലൈറ്റുകളില്ലാത്ത കാലഘട്ടത്തിൽ, വളരെ പുരോഗതി കുറഞ്ഞ് അതേ എല്ലുകളുടെ മേലിലും വസ്തുക്കളുടെ മേലിലും കല്ലുകളുടെ മേലിലുമൊക്കെ മനുഷ്യന്മാരെ കൊത്തിവെക്കുന്ന, എഴുതി വെക്കുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് മുഴുവനും ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ അവരെ കൂട്ടത്തിൽ ഈശ്വര വിശ്വാസമില്ലാത്തവരുണ്ട്, ഈശ്വരൻ ഇല്ലെന്ന് പറയുന്നവരുണ്ട്, ഈശ്വരൻ ഉണ്ടെങ്കിൽ തന്നെ ഈശ്വരൻ എന്ന് ഞാൻ പറയുന്നത് അവരുടെ ഭാഷയിലാണ്. ഇനി നമ്മുടെ ഭാഷയിൽ ഇലാഹായ അല്ലാഹു ഇല്ലെന്ന് പറയുന്ന, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയും ഇല്ലെന്ന് പറയുന്ന, ഇതിങ്ങനെ ഉണ്ടായി തീർന്നതാണെന്ന് പറയുന്ന അത്തരം ആളുകളുണ്ട്. അല്ല, എല്ലാം ഉണ്ട്, പലതുമാണ് ഇവിടെ ദൈവമായിട്ടുള്ളത്, പലതിനെയും നമ്മൾ ആരാധിക്കേണ്ടതുണ്ട്. കല്ലുകൾക്ക് മഹത്വം കൽപ്പിക്കുന്നവർ, കല്ലുകൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നവർ, മരങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നവർ, സർപ്പങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നവർ, വസ്തുക്കൾക്ക്, ജന്തുക്കൾക്ക്, മനുഷ്യന്റെ ശരീരങ്ങളുള്ള അവയവങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നവർ, അങ്ങനെയും ഒരു വിഭാഗം ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിഭാഗത്തിന് മുഴുവനും വെള്ളം കൊടുക്കുന്ന, ഈ വിഭാഗത്തിന് മുഴുവനും ഭക്ഷണം കൊടുക്കുന്ന, ഒരു കുറവും വരുത്താത്ത യജമാനായ അല്ലാഹുവിനും നമ്മളാണ് വിഭജനം കാട്ടുന്നത്. നമുക്ക് പലതിനും പല നിലക്കുള്ള വിഭജനങ്ങളുണ്ട്. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇലാഹു ലോകത്തിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി അഹോരാത്രം പോരാടിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിച്ച മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അതേ ഇബ്രാഹിം നബിയെ പരാമർശിക്കുന്നുണ്ട്. ആ ഇബ്രാഹിം നബി ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി വലിയ ധർമ്മിഷ്ഠനാണ്, ഇബ്രാഹിം നബി ഭക്ഷണപ്രിയനാണ്, ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒറ്റക്ക് ഭക്ഷണം കഴിക്കൽ ഇബ്രാഹിം നബിക്ക് വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം ഭക്ഷണം കഴിക്കുമ്പോഴും ആരെങ്കിലും കൂട്ടിയിട്ടല്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കാറില്ല. ഒരു ദിവസം വയോവൃദ്ധനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഓ ഇബ്രാഹിമേ, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം. ഇബ്രാഹിം നബി അള്ളാഹുവിനെ സ്ഥിരീകരിക്കാനാണ്, അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന മഹാനാണ്. അതിന്റെ പേരിലാണ് തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് കരിക്കാൻ ശ്രമിച്ചു. പക്ഷേ തീയിലിട്ടപ്പോഴും ആ തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആവശ്യമായ തണുപ്പും ആവശ്യമായ സംരക്ഷണവുമൊക്കെ അഗ്നിയിൽ അല്ലാഹു തആല അവിടെ കാര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് ഒരു രോമത്തിന് പോലും കേടുപാടില്ലാതെ ഇബ്രാഹിം നബി പുറത്തേക്ക് തിരിച്ചു വന്നു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഭക്ഷണം ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി ചോദിക്കുന്നു, നിന്റെ മതമേതാണ്? നീ ആരെയാണ് ആരാധിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകമായ മതങ്ങളൊന്നുമില്ല, ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ ആരാധിക്കുന്നത് അഗ്നി ആരാധകരാണ്. ഞാൻ തീയിലാണ് വണങ്ങിക്കൊണ്ടിരിക്കുന്നത്, തീയിലാണ് ശക്തിയുള്ളത്, കരിക്കാൻ ശക്തിയുള്ള സാധനം തീയാണ്, നശിപ്പിക്കാൻ ശക്തിയുള്ള സാധനം തീയാണ്, അതുകൊണ്ട് തീയിലാണ് ഞാൻ വണങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബിയോട് മറുപടി പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ അരികിൽ നിനക്കുള്ള ഭക്ഷണം ഇല്ല, നീ ആരാധിക്കുന്ന നിന്റെ ദൈവമായിട്ട് നീ ചിത്രീകരിക്കുന്ന ആ വസ്തുവിനോട് ചോദിച്ചോ, എന്റെ കയ്യിൽ നിനക്ക് തരാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ വയോവൃദ്ധനായ മനുഷ്യനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വിളിച്ചു, തിരിച്ചു പറഞ്ഞയച്ചു. പെട്ടെന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടപെടൽ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, യാ ഇബ്രാഹിം, നിങ്ങൾ എന്തിനാണ് വയോവൃദ്ധനായ മനുഷ്യനെ പറഞ്ഞയച്ചത്? അവനിക്ക് വെള്ളമില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവനക്കെന്തേ നിങ്ങൾ ഭക്ഷണം കൊടുക്കാതിരുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഭക്ഷണം കൊടുക്കാതിരുന്നത് ഒന്നുമില്ല, അവൻ തീയിനാരാധിക്കുന്നവനാണ്, നിനക്ക് ആരാധിക്കുന്നവനല്ലോ. നീയല്ലേ ലോകത്തിനെ സൃഷ്ടിച്ചേക്കുന്നത്, നീയല്ലേ തീയിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിനക്ക് ആരാധിക്കാതെ, ലോകത്തിനെ ആരാധിച്ചുകൊണ്ട് ലോകത്തെ ആരാധിക്കാതെ ലോകത്തുള്ള വസ്തുക്കൾക്കല്ലേ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം കൊടുക്കാത്തത്. അള്ള പറയുന്നു, അത് പറ്റില്ല. ലോകത്ത് അയാൾ ജനിച്ചത് മുതൽ ഒരു ചരിത്രത്തിൽ പറയുന്നത് 80ഓളം വർഷങ്ങള് അയാള് അഗ്നി ആരാധകനായി സേവനം ചെയ്തിട്ട് ഇന്ന് വരെ ഒരു ദിവസം വെള്ളം കൊടുക്കാത്ത, ഒരു ദിവസം ഭക്ഷണം കൊടുക്കാത്ത, ഒരു ദിവസം
ദിവസം ഓക്സിജൻ കൊടുക്കാതെ ഞാൻ വിട്ടേച്ച് പോയിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് മറുപടി വരുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് നിരീശ്വരവാദികൾക്കും ഏത് നിർമ്മിത പ്രസ്ഥാനക്കാർക്കും ഏത് വിഭാഗം ആളുകൾക്കും വെള്ളം കൊടുക്കുന്നത് യജമാനനായ അല്ലാഹു ഈ ലോകത്തിന് ഒരു തുടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുടക്കം വെച്ച റബ്ബ് ലോകത്തിന്റെ ഒരു അവസാനം വെച്ചിട്ടുണ്ട്. ആ അവസാനം ഏത് രീതിയിലാണ്? വൽ ജിബാല അർസാഹാ മതഅല്ലകും വലിയഅനാമികും എന്നിങ്ങനെ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അതേ ആകാശങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ, നിങ്ങളാണോ ഏറ്റവും വലിയ സൃഷ്ടിപ്പ്? അതല്ല, ആകാശമാണോ ഏറ്റവും വലിയ സൃഷ്ടിപ്പ്? റഫഅ സംകഹാ ഫസവ്വാഹാ, ആകാശത്തിനെ അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ട്, ആകാശത്തിനെ അല്ലാഹു സമപ്പെടുത്തിയിട്ടുണ്ട്. വഅഖ്തശ ലൈലഹാ വഅഖറജ ളുഹാഹാ, അതിലൂടെ അല്ലാഹു തആല രാത്രിയെ പുറപ്പെടുവിക്കുന്നുണ്ട്, പ്രഭാതത്തിനെ പുറപ്പെടുവിക്കുന്നുണ്ട്. വല്ലർള ബഅദ ദാലിക ലഹാഹാ അഖറജ മിൻഹാ മാഅഹാ വമർആഹാ വൽജിബാല അർസാഹാ. ഇതൊക്കെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് യഥാർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ പറയുന്നു, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ. യസ്അലൂനക, നബിയെ തങ്ങളോട് അവർ ചോദിക്കുന്നു, അനിസ്സാഅത്തി ലോകാവസാനത്തിനെ തൊട്ട് ചോദിക്കുകയാണ്. അയ്യാന മുർസാഹാ, എന്നാണ് ലോകത്തിന്റെ അവസാനമുള്ളത്? ഈ ലോകത്തിന് എന്നാണ് അവസാനിക്കാനുള്ളത് എന്ന് നബിയെ തങ്ങളോട് അവര് ചോദിക്കുകയാണ്. ഫീമ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാ, അതിന്റെ തീരുമാനം റബ്ബിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, നബിയെ തങ്ങളാരാണ്? മുൻദിറു മൻ യഖ്ശാഹാ, ഭയപ്പെടുന്നവരെ, പേടിക്കുന്നവർക്ക് താക്കീത് നൽകുന്നവരാണ്. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയ്യതൻ ഔ ളുഹാഹാ, ആ ലോകാവസാനത്തിനെ തങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവര് കാണുമ്പോൾ, ലം യൽബസൂ ഇല്ലാ അശിയ്യതൻ ഔ ളുഹാഹാ, ഒരു വൈകുന്നേരത്തിന്റെ പ്രതീതിയായിട്ട്, ഒരു രാവിലെയുടെ രീതിയായിട്ടാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. ആയത്തിന് പല പല അർത്ഥങ്ങളുണ്ട്, എല്ലാം കൂടി വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ആ ആയത്തിൽ ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ആശയങ്ങളും ഒരുപാട് വിഷയങ്ങളും യജമാനനായ റബ്ബ് തആല ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം എന്റെ ഉമ്മമാരെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, ഈ ലോകത്തിന്റെ അവസാനം യറൗനഹു ബഈദാ, അത് വിദൂരമായിട്ടാണ് അവർ കാണുന്നത്. വനറാഹു ഖരീബാ, ലോകത്തിനെ സൃഷ്ടിച്ച് സംവിധാനിച്ച യജമാനനായ അല്ലാഹ് ആ ലോകത്തിന്റെ അവസാനത്തിനെ സംബന്ധിച്ചു ഖരീബാ, അതിതാ അടുത്തിരിക്കുന്നു, വിരൽ തുമ്പിൽ എത്തിയിരിക്കുന്നു, വളരെ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകാനുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ശരീഫിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, പരിശുദ്ധമായ ഖുർആനില് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ വിഷയം സൂറത്തുൽ അഅറാഫിലും അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ, ഖിയാമത്ത് നാളിനെ തൊട്ട് നബിയെ തങ്ങളോട് അവർ ചോദിക്കും, അയ്യാന മുർസാഹാ, എപ്പോഴാണ് ലോകാവസാനം കടന്നു വരുന്നത്? ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതിന്റെ അറിവ്, അതിന്റെ വിജ്ഞാനം ഇൻദ റബ്ബി, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ അരികിലാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അതിന്റെ ടൈം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. സഖ്റത്ത് ബിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ആ വസ്തുത വളരെ ഭാരമായിട്ടുണ്ട്. അത് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല, ഭൂമിയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല,
ആകാശങ്ങളിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രലോകം നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് അവർ കണ്ടെത്തിയത്? ലോകാവസാനം സംഭവിക്കാനുണ്ട്. എന്നാണ് സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചപ്പോൾ 2034 അല്ലെങ്കിൽ 35 ആകുമ്പോൾ ലോകത്തിന് അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഏതോ ഒരുത്തൻ പ്രവചിക്കുന്നത് കാണുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട ഉമ്മമാര്, അങ്ങനെ 2035 എന്നോ അല്ലെങ്കിൽ 2055 എന്നോ അല്ലെങ്കിൽ അതേക്കാളും ഈ ആയിരക്കണക്കിന് വർഷമെന്നോ അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഈ ലോകത്തിന്റെ തുടക്കം എന്നാണ് ഉണ്ടായത്, ഈ ലോകത്തിന് എന്നാണ് തുടങ്ങിയത്, അതിനെ സംബന്ധിച്ച് പോലും ശാസ്ത്ര ലോകത്തിന്റെ പൂർണ്ണമായ രീതിയിൽ ഒരു അറിവ് കൊടുക്കാൻ ലോകത്തിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടല്ലേ അവസാനത്തിനെ പറ്റി പറയാൻ കഴിയുന്നത്? ഇത് എന്നാണ് തുടങ്ങിയത്? ഇത് എവിടുന്നാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? എങ്ങനെയാണ് ആകാശം ഉണ്ടായത്? എങ്ങനെയാണ് സൂര്യൻ ഉണ്ടായത്? എങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടായത്? ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും പരിശുദ്ധ ഖുർആൻ നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മളെപ്പോഴും ഓതുന്ന പരിശുദ്ധമായ സൂറത്ത് യാസീൻ, ആ സൂറത്ത് യാസീൻ നമ്മളെപ്പോഴും പാരായണം ചെയ്യണം. മരണപ്പെട്ടു പോയ വീട്ടിൽ, മരിച്ചുപോയ ആളുകളുടെ അരികിൽ ഏത് നിമിഷവും വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ, ഓ സഹോദരിമാരെ, അത് എപ്പോഴും പാരായണം ചെയ്യേണ്ടതാണ്. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് സൂറത്ത് യാസീൻ ഓതാൻ വേണ്ടി പഠിപ്പിച്ചത്? മരണമാസന്നമായ വ്യക്തിയുടെ അരികിൽ, മരണം ആസന്നമായ വ്യക്തിയുടെ അരികിൽ എന്തിനാണ് സൂറത്ത് യാസീൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ 6666 വചനങ്ങൾ, ആയത്തുകൾ ഉണ്ടായിട്ട് 114 സൂറകൾ ഉണ്ടായിട്ട് ആ സൂറത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ എന്തിനാണ് സൂറത്ത് യാസീൻ പറഞ്ഞത്? ആ സൂറത്ത് യാസീൻ പറയാനുള്ള കാരണം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ലോകാവസാനവുമായി ബന്ധപ്പെട്ട വിഷയം, ഒരു മനുഷ്യന്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് വേണ്ട, മനുഷ്യന്മാര് ലോകത്ത് മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടു പോയവരെ നമ്മൾ ജീവിപ്പിക്കുന്നുണ്ട്. ജീവിപ്പിച്ചു എന്ന് മാത്രമല്ല, മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കും എന്ന് മാത്രമല്ല, അവസാനം ഖുർആൻ പറയുന്നുണ്ട്, മരണപ്പെട്ടതിന്റെ ശേഷം സംസാരിച്ച സംഭവം. അപ്പൊ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമെന്ന് മാത്രമല്ല, ജീവിപ്പിച്ചതിന്റെ തെളിവ് പറയുന്നുണ്ട്. അത് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ. എന്ന് പറഞ്ഞാൽ മനുഷ്യരൊക്കെയും നഷ്ടപ്പെട്ടു പോയാൽ, മനുഷ്യർ മുഴുവനും നശിച്ചു പോയാൽ, ഈ മനുഷ്യന്മാരെ വീണ്ടും എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക? നിങ്ങൾ ചിന്തിക്കണം. കോവിഡ് എന്ന് പറയുന്ന മഹാദുരന്തം, അതേ ലോകമാസകരം വന്നപ്പോ മയ്യത്ത് ഭൂമിന്റെ അടിയിൽ കുഴിച്ചിടാൻ കഴിയാതെ, മയ്യത്ത് സംസ്കരിക്കാൻ കഴിയാതെ, ഗുജറാത്തിലും പരിസരങ്ങളിലുമൊക്കെ മയ്യത്തിന്റെ അനുയായികള്, മയ്യത്തിന്റെ ബന്ധപ്പെട്ട ആളുകള് ആ മയ്യത്തുമായിട്ട് കാത്തുനിൽക്കുകയാണ്. എന്തിനാണ് കാത്തുനിൽക്കുന്നത്? ഈ മയ്യത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് കരിച്ചു കളയേണ്ടതുണ്ട്. മയ്യത്ത് കരിച്ചു കളയണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ ഒഴുക്കണം എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അതെന്തിനാണ് മയ്യത്ത് വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്നത്? മരണത്തോടുകൂടെ മുഴുവനും അവസാനിച്ചു, ഇനി മറ്റൊന്നും വരാനില്ല എന്ന ഒരു വിശ്വാസം അവരെ പിടികൂടിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ആ വിഷയം നിരർത്ഥകമാണെന്ന് സമ്മാനിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. മരണത്തിന്റെ ശേഷമാണ് മനുഷ്യന്റെ യഥാർത്ഥ ജീവിതമുള്ളത്. മരിക്കുന്നത് വരെ ഭൗതികമായ ലോകത്തുള്ള ജീവിതമാണ്. മരണത്തിന്റെ ശേഷം പടച്ച തമ്പുരാൻ ആകാശങ്ങളെ സൃഷ്ടിച്ച അല്ലാഹ്, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹ്, ഇതിനൊന്നും മുൻ പ്ലാനുകളില്ലാതെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബിനിക്ക് മനുഷ്യനെ രണ്ടാമത് കൊണ്ടുവരാൻ ഒരു നിരക്കുന്നൊരു പ്രയാസവുമില്ല. കാരണം അവരുടെ വിശ്വാസപ്രകാരം മരണത്തോടുകൂടെ കഴിഞ്ഞു എന്നാണ്. നമ്മളെ വിശ്വാസം അങ്ങനെയല്ല. നമ്മളെ വിശ്വാസം യഥാർത്ഥത്തില് മരിക്കുന്നതിനോടുകൂടെ ജീവിതത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് കാണാനുള്ളത്. അപ്പൊ കോവിഡ് എന്ന് പറയുന്ന മഹാദുരന്തം വന്നിട്ട് മയ്യത്തിനെ നശിപ്പിച്ച് കളയുന്ന, കരയിപ്പിച്ച് കളയുന്ന, ദഹിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം ലോകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കേരളത്തിലുള്ള ആളുകൾക്ക് വരുമോ എന്നത് ശാസ്ത്ര ലോകത്തിലേക്ക് ഇന്നലെയും
നമുക്ക് ഇറങ്ങുന്ന പത്രങ്ങൾ വായിക്കുമ്പോ നമുക്ക് പേടിയാണ്. അല്ലാഹു അത്തരം ദുരന്തങ്ങളെ സംബന്ധിച്ച് ദുരന്തങ്ങളെ തൊട്ട് പൂർണ്ണമായി റബ്ബ് തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സൂറത്ത് യാസീൻ എന്തിനാണ് ഓതാൻ പറഞ്ഞത്? ആ സൂറത്ത് യാസീനിൽ അല്ലാഹു തആല ഇത് മുഴുവനും പഠിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك آية لهم الليل രാത്രി ദൃഷ്ടാന്തമാണ്. نسلخ منه النهار പകലിനെ നമ്മൾ അതിൽ നിന്ന് ഉരിയെടുക്കുകയാണ്. فإذا هم مظلمون രാത്രി ഇരുൾ മുറ്റിയതാകുന്നു. ഇപ്പൊ രാവിലെയാണ്, കുറച്ച് കഴിയുമ്പോൾ ഉച്ച സമയമാകുന്നു, കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരമാകുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നു. അസ്തമിക്കലോടുകൂടെ സൂര്യനെങ്ങ് പോകുമ്പോ രാത്രിയാണ് കടന്നു വരുന്നത്. അപ്പൊ ലോകത്ത് ഇരുളാണ്. സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ ചന്ദ്രൻ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മാസത്തിന്റെ അവസാനം വരുമ്പോ, മാസത്തിന്റെ ആദ്യം വരുമ്പോ ഒരു ചെറിയ വെള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ സൂര്യനെ കൊണ്ടാവുകയില്ല. പകലിക്ക് രാത്രി ഒരിക്കലും മുന്നിട്ട് വരികയില്ല. സൂര്യനും ചന്ദ്രനും തുടങ്ങിയുള്ള എല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ അതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെള്ളത്തിൽ ഇങ്ങനെ നീന്തുന്നത് പോലെ, വെള്ളത്തിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ സൂര്യൻ നീന്തിക്കൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും പരാമർശിക്കുന്ന വിശുദ്ധമായ വചനമാണ്. വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറയാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീനിൽ വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറത്ത് യാസീൻ ഓതണം ഉമ്മമാരെ. സൂറത്ത് യാസീൻ പതിവായിട്ട് ഓതുന്നവർക്ക് മരണസമയത്ത് പടച്ച തമ്പുരാൻ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതല്ലാത്തവർക്ക് കിട്ടാൻ പോകുന്നില്ല. സൂറത്ത് യാസീൻ ദിവസവും പാരായണം ചെയ്യേണ്ടതാണ്. സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ ഒരാൾ ഓതിയാൽ ഇദാ സുബ്ഹ, നേരം പുലരുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സുബഹിന്റെ തൊട്ടു മുമ്പ് അല്ലെങ്കിൽ സുബഹിന്റെ ശേഷം ഒരു സൂറത്ത് യാസീൻ ഓതിയാൽ അതിന്റെ ഫലം വൈകുന്നേരം വരെ നിലനിൽക്കുന്നു. വൈകുന്നേരം ഒരു സൂറത്ത് യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ നിന്റെ ഭൗതികമായ കാവലുകളും നിന്റെ ആത്മീയമായ കാവലുകളും നിനക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകളും ഈ ഒരു സൂറയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ട് ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനുമായിട്ട് ഖത്മ് തീർക്കാൻ ഒരുപക്ഷേ സമയം കിട്ടുന്നില്ലെങ്കിലും സൂറത്ത് യാസീൻ അടക്കമുള്ള സൂറത്തുകളുമായിട്ട് ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറിയെങ്കിൽ മാത്രമാണ് നമ്മളിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ കോവിഡ് എന്ന് പറയുന്ന ദുരന്തമടക്കം എല്ലാം നമ്മളിൽ നിന്നും സലാമത്തായി നീങ്ങിപ്പോകുകയുള്ളൂ. അല്ലാതെ മറ്റു വഴികളൊന്നും ഇല്ലെന്ന് ലോകത്തിന്റെ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ആ സൂറത്ത് യാസീൻ പറയുന്നു, സൂറത്ത് പറയുന്ന കാഹളം, സുബ്ഹാനല്ലാഹ്, അതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ആ മലക്കിന്റെ പേര് ഖുർആൻ പറയുന്നില്ല. ആ മലക്കിന്റെ പേര് ഖുർആൻ പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാ പറയുന്നത്. ഖുർആനിൽ പല സ്ഥലത്തും പറയുമ്പോൾ പൂർണ്ണമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് പറയുക എന്നല്ലാതെ ഖുർആനിൽ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും പരാമർശിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനി ചെറിയ ഭാഗങ്ങൾ പരാമർശിച്ചാൽ തന്നെ അത് ആന്തരികമായ ധാരാളം ഗഹനമായ അർത്ഥങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിലാണ്. സൂറ എന്ന് പറയുന്ന ഒരു എന്ന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ആ സൂറ എന്ന് പറയുന്നതിന് നമ്മൾ മലയാളം പറയും. അതിന് ഏതാണ് അർത്ഥം പറയാം? അത് പ്രകാശത്തിന്റെ ഒരു കൊമ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന്മാരുടെ ആത്മാക്കളെ മുഴുവനും ഉൾക്കൊള്ളുന്ന എന്ന് പറയുന്നത് നെറ്റിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഭൗതികമായ സാങ്കേതിക വിദ്യയും ഒരുപക്ഷെ നമ്മൾ പരതി നോക്കിയാൽ ഒരു ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തിക്കാൻ ഒരിക്കലും കഴിയുകയില്ല.
ലോകത്തുള്ള സകല മനുഷ്യരുടെയും സകല ഖലായിഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന് മാത്രമല്ല ജിന്നുകളിൽ എന്ന് മാത്രമല്ല ലോകത്തുള്ള അല്ലാഹു സൃഷ്ടിച്ച ചരാചരങ്ങളും ഉറുമ്പ് മുതൽ ചെറിയ ചെറിയ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടെത്തിക്കാൻ പറ്റാത്ത ജീവജാലങ്ങൾ വരെ അത് മുഴുവൻ ഖലായിഖിൽ പെടുന്നുണ്ട്. ആ സൃഷ്ടിജാലങ്ങളുടെ മുഴുവനും ആത്മാക്കളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു കണ്ണ്, ഒരു കൊമ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു കാഹളം എന്നൊക്കെ നമുക്കതിനെ സംബന്ധിച്ച് പറയാം. അങ്ങനത്തെ പ്രകാശം കൊണ്ടുള്ള ഒരു സാധനമാണ് ഇത്. ഞാൻ പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് ചിന്തിക്കാനുണ്ട്. ഇന്ന് നമ്മളെ കയ്യിൽ കാണുന്ന മൊബൈലുകൾ, ഇന്ന് നമ്മളെ കയ്യിൽ കാണുന്ന കമ്പ്യൂട്ടറുകൾ, മറ്റ് സാങ്കേതിക വിദ്യകൾ, അതിൽ എന്തെല്ലാം അറിവുകൾ കിടക്കുന്നുണ്ട്. അതിലില്ലാത്ത വല്ലതുമുണ്ടോ? അതിലില്ലാത്ത വല്ലതുമുണ്ടോ? ഇനിയും അതിനേക്കാൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ സംഗതികൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറുകളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള ഒരു മൊബൈലില് ദുനിയാവിന്റെ സകല വിഷയങ്ങളിലും ഇപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ യാസീൻ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് സൂറത്ത് എന്ന് ചോദിച്ചാൽ അത് വസാവാദി സൂറത്താണെന്ന് പറയും. സൂറത്തിന്റെ ഇഖ്ലാസ് കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന സൂറത്താണ് പേര് പറയും. അമ്മ കഴിഞ്ഞാൽ ഇന്ന സൂറത്താണ്, ആയത്തുൽ കുർസി ഇന്ന സൂറത്തിലാണ്, ആമന റസൂൽ ഇന്നയിടത്താണ്. നമ്മളൊക്കെ മറുപടി പറയും. ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂല എവിടെയാണ് ഇപ്പൊ സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഖുർആനിലുണ്ട്. അതെങ്ങനെ കിട്ടും? അടിച്ചാൽ ഞാനടക്കം നമ്മളൊക്കെ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ കുറെ സംഗതികൾ കൊണ്ടുവന്നത് മൊബൈലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. പണ്ടൊക്കെ പോകുമ്പോ ഒരു കെട്ട് സാധനം പോലെ എന്നിട്ട് ഒരു പേപ്പറിൽ വേറെ കുറച്ച് എഴുതി വെച്ച്, വേറെ പത്രത്തിൽ വേറെ എഴുതി വെച്ച്, അപ്പുറത്ത് നോക്കി വേറെ എഴുതി വെച്ച്, ഇതെല്ലാം കൂടെ ഏതെങ്കിലും ഒന്ന് കാറ്റിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിലോ പിന്നെ കഥ പറയും വേണ്ട. അപ്പൊ ആ രീതിയിലായിരുന്നു. ഇപ്പൊ നമുക്ക് സൂറത്ത് യാസീൻ എവിടെയാണ് ഖുർആനിലുണ്ട് എന്ന് നമുക്കറിയാം. അനന്തരൊക്കെ ഇപ്പൊ സൂറത്ത് കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് ഏതാണ്? അടുത്ത സൂറത്ത് നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താക്കുന്നു, മൊബൈലിൽ നോക്കുന്നു, എന്നിട്ട് നമ്മൾ ആ സൂറത്തിനെടുത്ത് കാണിച്ചു കൊടുക്കും. അതിനൊക്കെ അർത്ഥം വേണോ? ആ അർത്ഥം നമ്മൾ ഏത് ഭാഷയിലാണ് വേണ്ടത്? ഏത് ഭാഷയിലാണ് അർത്ഥം വേണ്ടത്? ഏത് പണ്ഡിതൻ എഴുതിയ അർത്ഥാനൊക്കെ വേണ്ടത്? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയ അർത്ഥാണോ വേണ്ടത്? അതല്ല വിദേഹത്തുകാരൻ എഴുതിയ അർത്ഥാണോ വേണ്ടത്? ആ അർത്ഥം ഏതാണോ വേണ്ടതെങ്കിൽ ആ വേണ്ടിയ അർത്ഥങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ എല്ലാം മൊബൈലായി മാറിയപ്പോ എന്ത് മസ്അല ചോദിച്ചാലും അത് മൊബൈലിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പള്ളിയിൽ വന്നിട്ട്, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ പള്ളിയിൽ വന്നിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇഷ്കാരങ്ങളൊക്കെ ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ അവൻ പറഞ്ഞു, കുറച്ച് പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ തന്നാൽ മതി, ഞാൻ കുറച്ച് പൈസ എല്ലാ ദിവസവും തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരൂര് പരിസരത്തുള്ള ഒരാൾ അത് പറയാനായിട്ട് വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് പള്ളിയിൽ അത് പറയാനായി. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ആ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഇസ്ലാം പൊരുത്തപ്പെടാത്ത പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാഹു പൊരുത്തപ്പെടൂല എന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോ അയാൾ എനിക്കൊരു ഇബാദത്ത് എടുത്ത് കാണിച്ചു, കിതാബിന്റെ ഇബാദത്ത് മൊബൈൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കിതാബിന്റെ ഇബാദത്ത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ആ കിതാബിന്റെ ഇബാദത്ത് അതിന്റെ MD അയച്ചതാണ് പറഞ്ഞത്. ഇതിന്റെ ഈ നെറ്റ്വർക്ക് ബിസിനസിന്റെ നേതാവ് ഇയാൾക്കൊരു കിതാബിന്റെ ഇബാദത്ത് 10 കൊല്ലം പള്ളിയിൽ ഓതിയ ഒരു മുത്തഅല്ലിമിനോട്, ഒരു ഉസ്താദിനോട് ആ കിതാബിന്റെ ഇബാദത്ത് എഴുതി ചോദിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് മറുപടി കിട്ടുകയില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നെറ്റ്വർക്ക് ബിസിനസ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലൂടെ പലിശയാണ് സമ്പാദിക്കുന്നത്. അല്ലാഹു പൊരുത്തപ്പെടാത്ത പലിശയാണ്. എങ്ങനെയാ പലിശ വരുന്നത്? നിന്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ നീ ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ എല്ലാ ദിവസവും നിനക്ക് 500 രൂപ കിട്ടുകയാണ്, അല്ലെങ്കിൽ 1000 രൂപ കിട്ടുകയാണ്, അല്ലെങ്കിൽ 700 രൂപ കിട്ടുകയാണ്. എവിടുന്നാണ് ആ കിട്ടുന്നത്? യാതൊരു പിടുത്തവുമില്ല. ഏത് സ്ഥിതിയിലാണ് ആ കാശിലേക്ക് വരുന്നത്? അതിന്റെ അവസ്ഥകൾ എന്താണ്? ഏത് കച്ചവടത്തിന്റെ ലാഭമാ വരുന്നത്? യാതൊരു പിടുത്തവുമില്ല. എല്ലാ ദിവസവും ഈ അക്കൗണ്ടിലേക്ക് കാശ് വരുന്നു. എന്റെ അരികിലേക്ക് വന്ന സഹോദരൻ, ആ സഹോദരന് ഒരു ദിവസം 1800 രൂപ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 1800 രൂപ. ഇതിങ്ങനെ കേട്ടപ്പോ എനിക്കും തോന്നി തരക്കടില്ല. കാരണം നമ്മൾ പള്ളിയിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പൈസനേക്കാളൊക്കെ കൂടുതൽ വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ. നിന്റെ കയ്യിൽ എത്ര സംഖ്യ വന്നു? ആ സംഖ്യ നീ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അത്ര സംഖ്യ വരും. ആ സംഖ്യ തന്നാൽ 1800 രൂപ അല്ലെങ്കിൽ 1900 രൂപ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു 10 ദിവസം 1800 രൂപ വന്നാൽ, അങ്ങനെ ഒരു മാസം നിന്റെ അക്കൗണ്ടിലേക്ക് 1800 രൂപ വന്നാൽ നമ്മളിങ്ങനെ
കൂട്ടി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര രൂപയാണ് കിട്ടാൻ പോകുന്നത്? സുബ്ഹാനല്ലാഹ് അതിനെ അയാൾ ദുർവിനിയോഗം ചെയ്യുന്നത് എന്താണ്? കിതാബിന്റെ ഒരു ഇബാറത്താണ്, ആ കിതാബിന്റെ ഒരു വചനമാണ്, ഷാഫിഈ മദ്ഹബിലെ കിതാബിന്റെ ഒരു ഭാഗമാണ്. ആ കിതാബിന്റെ ആദ്യം അതിലില്ല, ആ കിതാബിന്റെ അവസാനം അതിലില്ല. അതിന്റെ ആദ്യമോ അവസാനമോ അതിൽ പരാമർശിക്കാതെ ആ കിതാബിന്റെ ഇബാറത്ത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുകയാണ്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, മോനെ നിനക്ക് വയറിംഗ് അറിയോ എന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് വയറിംഗ് അറിയോ എന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് ഡ്രൈവിംഗ് അറിയോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. ആ വയറിംഗ് അറിയുന്ന മനുഷ്യനെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറോ അറിയാത്ത ഞാൻ പോയിട്ട് അത് പൊളിച്ചു നോക്കിയിട്ട് അത് അഴിച്ചു നോക്കിയിട്ട് വയറ് പരസ്പരം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തീ പിടിക്കല് മാത്രമല്ല നിന്റെ അവസാനം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഡ്രൈവിംഗ് അറിയാത്തവനാണെങ്കിൽ അറിയാത്ത മനുഷ്യൻ വണ്ടിയിൽ കയറിയിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അവിടെ വാഹനം യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ ദീന് പഠിക്കണം. പടച്ച തമ്പുരാന്റെ ദീന് പഠിച്ചിട്ട് ആ ദീനിന്റെ വിഷയങ്ങൾ എഴുതി വെച്ച പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എടുത്ത് നീ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. എനിക്ക് ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് തികച്ചും അബദ്ധമാണെന്ന് പറഞ്ഞു. ആ മനുഷ്യനോട് ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ടും അയാൾക്ക് മാറ്റം വരുന്നില്ല. കാരണം അയാൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത മനുഷ്യർ 1800 രൂപ ദിനവും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലുത്. അയാൾ പറയുന്നത് എന്താണ്? ഇങ്ങനെ എന്റെ കയ്യിൽ കുറച്ച് കാശ് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ ശേഷം ശവ്വാൽ മാസത്തിൽ എന്റെ പുരക്കൊന്ന് തറക്കല്ലിട്ട് തരണം, കുറ്റി അടിച്ചു തരണം, അതിന്റെ പ്രേണം ശരിയാക്കി തരണം. ആ ഒരു ചിന്തയിലാണ് ആ മനുഷ്യനുള്ളത്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഇങ്ങനെ വല്ല സാഹചര്യങ്ങൾ നമ്മളെ ഭർത്താക്കളോ വിദ്യാർത്ഥിനികളെ നിങ്ങളുടെ വാപ്പമാരോ നിങ്ങളുടെ ബന്ധപ്പെട്ടവരോ ഇങ്ങനെ അകാരണമായി കൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത വല്ല കാശും നമ്മളെ കയ്യിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാൻ പൊരുത്തപ്പെടുന്നില്ല. അതിനാണ് പലിശ എന്ന് പറയുന്നത്. കച്ചവടം അനുവദിച്ച റബ്ബ് പലിശ ഇടപാട് ഹറാമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്മാറേണ്ടുന്ന സമയം അതിക്രമിച്ചു എന്ന് മാത്രമല്ല, ലൈലത്തുൽ ഖദറിന്റെ രാത്രി വരുമ്പോൾ, റമദാനിന്റെ ഒറ്റയെട്ട് രാത്രി വരുമ്പോൾ, റമദാനിന്റെ ഓരോ നിമിഷങ്ങൾ വരുമ്പോൾ നീ യജമാനായ റബ്ബിനോട് ദ്വാരക്കുമ്പോ നിന്റെ ദുആ പടച്ച തമ്പുരാൻ ഖബൂൽ ചെയ്യുന്നില്ല. പാടുപെട്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന അമല് അത് ആകാശ ലോകത്തിന്റെ അപ്പുറത്തേക്ക് കയറി പോവുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു കാശ് പോലും നമ്മളെ കയ്യിലേക്ക് വന്നു പോകരുത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ലോകാവസാനം വരുമ്പോൾ സൂറത്ത് പറയുന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന സമയം സൂറത്ത് പറയുന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു സമയമുണ്ട്. ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അവരവരുടെ ഖബറുകളിൽ നിന്ന് അല്ലാഹുവിന്റെ അരികിലേക്ക് കുതിക്കുന്ന സന്ദർഭമാണ്. ഞാൻ ഈ അർത്ഥം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അർത്ഥമാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് അത് 3 ഉണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അല്ല 2 ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ ഊതാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാഹളം അത് പ്രകാശം കൊണ്ടുള്ളതാണ്. അത് നിറയെ ആത്മാക്കളാണ്. ആ ആത്മാക്കള് അതേ ആദ്യത്തെ ഊത്തൂടുമ്പോൾ എല്ലാ സൃഷ്ടിജാലങ്ങളും മരിക്കുമ്പോൾ ലോകത്തുള്ള സകലതും മരിക്കുകയാണ്. ആ മരണം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്ത് വരാനുണ്ട്. ആ ഊത്തിലാണ് ലോകത്തുള്ള മുഴുവനാളുകളും അതേ ഹയാത്തായിട്ട് മഹ്ശറയിലേക്ക് പോകുന്നത്. ഏതാണ് മഹ്ശറ? മഹ്ശറ ഏതാണ് മഹ്ശറ? ഖുർആൻ പറയുന്നുണ്ട്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ. സൂറത്ത് ഇബ്രാഹിമിന്റെ 48ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. മഹ്ശറ എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. യൗമ തുബദ്ദലുൽ അർളു, ഭൂമി അല്ലാഹു തആല മാറ്റി
മാറ്റിമറിക്കുന്നുണ്ട്. ഈ രീതിയിലല്ല മറ്റൊരു രീതിയിൽ. ഇന്ന് നമ്മൾ കാണുന്ന സംവിധാനമില്ല. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഒരു കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയാൽ അങ്ങോട്ട് ഉരുണ്ടുപോകുന്ന രീതിയിൽ തരിശായി മാറുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം. എവിടെയാണ് മഹ്ശറ വരുന്നത്? ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഭൂമിയിൽ മഹ്ശറ എന്ന് പറയുന്നത് ഈ കാണുന്ന ഭൂമി അല്ലാഹു തആല മാറ്റം വരുത്തുകയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഖുർആൻ പറയുന്നത് ഭൂമിയല്ലാതെ മാറ്റിമറിക്കുന്നത് സർവാധിപതിയായ ഏകനായ അല്ലാഹുവിലേക്ക് എല്ലാവരും വെളിവാകുന്നുണ്ട്. ഒരാളും രക്ഷപ്പെടുത്താനില്ല, ഒരാളും നിനക്ക് സംരക്ഷകനില്ല. എല്ലാവരും അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ രക്ഷകനില്ല. ആ രംഗം ഉമ്മാരെ വരാനുണ്ട്. അതെപ്പോഴാണ് വരുന്നത്? വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ ഹദീസിലൂടെ പറയുന്നുണ്ട്, യഖൂമു മലക്കുസ്സൂരി ബൈനസ്സമാഇ വൽ അർദി. സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതിക്കൊണ്ടിരിക്കുന്ന മലക്ക് ആകാശ ഭൂമിയുടെ ഇടയിൽ നിൽക്കുന്നു. ഫയംഫു ഫീഹി ഫലാ യബ്ഖാ ലില്ലാഹി ഖൽഖുൻ ഫിസ്സമാവാതി വൽ അർദി. ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരൊറ്റ സൃഷ്ടിയും ബാക്കിയാകുന്നില്ല. മരണപ്പെട്ടിട്ടല്ലാതെ ലോകത്തുള്ള സകലതും നശിക്കുകയാണ്. അല്ലാഹ് ഉദ്ദേശിച്ചവരുണ്ട്. ആ ഉദ്ദേശിച്ചവർക്ക് ഒരുപക്ഷെ മരണം സംഭവിക്കൂല. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അല്ലാഹുവിന്റെ മനുഷ്യന്മാർ മുഴുവൻ ഭൂമി ലോകത്താണുള്ളത്. ആകാശങ്ങളിലും മനുഷ്യവാസമില്ല. അത് മനുഷ്യർക്ക് നിൽക്കാൻ പറ്റിയ ഇടങ്ങളല്ല, മനുഷ്യന് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ല. ഒരിക്കലും താമസിക്കാൻ കഴിയുകയില്ല. അതേ സമയത്ത് മനുഷ്യന് എത്തിപ്പെടാൻ കഴിഞ്ഞെന്നവരും ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യന് എത്തിപ്പെടാൻ കഴിയുമെന്നല്ലാതെ അല്ലാത്ത രീതിയിൽ സ്ഥിരതാമസത്തിന്റെ ആകാശലോകം അനുയോജ്യമല്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഊത്ത് ഏതാണെന്നറിയോ? മനുഷ്യന് മുഴുവനും മരണപ്പെട്ടു. ആ മരണപ്പെടുന്നത് ഒന്നാമത്തെ ഊത്തിലാണ്. രണ്ടാമത്തെ ഊത്ത് വരുന്നുണ്ട്. ആ രണ്ട് ഊത്തുകളുടെ ഇടയിൽ എത്രയാണ് കൊല്ലമുള്ളത്? 40 ദിവസമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 40,000 കൊല്ലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് പ്രത്യേകമായ കണക്കുകളൊന്നുമില്ല. അതിന് മാത്രം കാലം അതിന്റെ ഇടയിലുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അവിടെ മുഅ്മിനീങ്ങളായ ആളുകൾ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന രംഗമുണ്ട്. അല്ലാഹു നമ്മളെ യഥാർത്ഥ മുഅ്മിനാക്കി തരട്ടെ. അത് വല്ലാത്തൊരു രംഗമാണ്. അവര് പറയാണ്, ഞങ്ങളിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് ഞങ്ങൾ ആരാണ് തട്ടി ഉണർത്തിയത്? ഇത് അല്ലാഹുവിന്റെ താക്കീതാണ്. അമ്പിയാക്കൾ മുഴുവനും പറഞ്ഞതെത്ര വാസ്തവമാണ്. എല്ലാ അമ്പിയാക്കന്മാരും ലോകത്ത് പറഞ്ഞ വസ്തുത ഇന്നിതാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അന്ന് മുഅ്മിനീങ്ങൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ തലയിൽ മണ്ണുണ്ടായിരിക്കും. ആ മണ്ണ് കൈകൊണ്ടവരെ തട്ടുകയാണ്, കൈകൊണ്ടവരെ നീക്കുകയാണ്. എന്നിട്ടതാ പോകുന്നു. ഉടുമുണ്ടുകളില്ല, ശരീരത്തിൽ ഒരു നൂല് പോലുമില്ല, ഒന്നുമില്ലാതെ പ്രയാണം ആരംഭിക്കുകയാണ്. ആരാണ് അവരെ കൊണ്ടുപോകുന്നത്? മലായികത്തുകൾ കൊണ്ടുപോകുന്ന രംഗമാണ്. എവിടേക്ക് കൊണ്ടുപോകുന്നു? മഹ്ശറയിലേക്ക്. അത് ഞാൻ ഓർമ്മിപ്പിച്ചു. മഹ്ശറ ഈ ലോകം തന്നെയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് പോലെയല്ല. പൂർണ്ണമായി മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന ഒരു പാലം അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അതും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ
നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഈ ഭയാനകമായ അന്തരീക്ഷം ഖിയാമത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈസാനിൽ വരുന്ന സന്ദർഭങ്ങളുണ്ട്, നാമത്തിൽ വരുന്ന സന്ദർഭങ്ങളുണ്ട്, ദജ്ജാൽ വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതെല്ലാം ലോകത്ത് നടക്കാനുള്ളതാണ്. ഈ നടക്കുന്നതൊക്കെ നടക്കാനുള്ളതാണെന്ന് പറയാനല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു സമയം നിശ്ചയിക്കാൻ കഴിയില്ല. അതിന്റെ ഒരു ടൈം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. അത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറഞ്ഞത് അത് നിങ്ങൾ ചോദിക്കേണ്ടതില്ല. കാരണം അതിന്റെ യഥാർത്ഥ അറിവ് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് വല്ലാത്ത പ്രയാസമാണ്. അതിന്റെ സമയം അല്ലാഹു വെളിപ്പെടുത്തിയിട്ടില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർക്ക് അത് വലിയൊരു ഭാരമാണ്. ടൈം പറയാൻ കഴിയില്ല. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ടൈം പറയാൻ കഴിയില്ലെന്ന് ഞാൻ പറയുമ്പോ ഒരു കാര്യം നിങ്ങളോട് ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് വരാനുള്ള എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും വന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വരാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ നബിയായ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ അന്ത്യം എന്നാണെന്ന്, ഖിയാമത്ത് നാളിന്റെ ദിനം എന്നാണെന്ന് നബിയായ നിബിധങ്ങൾക്ക് അറിയുമോ? പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് അറിയും എന്നാണ്. അങ്ങനെ വിശ്വസിക്കണം എന്ന് തന്നെയാണ്. നിബിധങ്ങൾക്ക് അറിയാത്ത ഒന്നുമില്ല, അല്ലാഹുവിന്റെ റസൂൽ അറിയാത്ത അറിവുമില്ല. പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പറയാൻ വേണ്ടി സ്വഹാബിമാരിലേക്ക് കടന്നു വന്നപ്പോ അത് പല കാരണങ്ങളെ കൊണ്ട് മറന്നുപോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആകയാൽ ഖിയാമത്ത് നാൾ എന്ന് സംഭവിക്കും എന്നത് ഹബീബായ നിബിധങ്ങൾക്ക് വെടുത്തമുണ്ട്. പക്ഷേ ലോകത്തിന് ആ വിവരം കൊടുക്കാൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുമതിയില്ല. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയം പരിശുദ്ധ ഖുർആനിൽ പറയുന്നിടത്ത് മുഴുവനും ഒരു കാര്യം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറഞ്ഞപ്പോ അത് പറഞ്ഞിട്ട് പിന്നീട് പോകുന്നത് എവിടേക്കാണ്? ഇന്ന സ്വഹാബൽ ജന്നത്തി അൽയൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഖുർആൻ പറയുന്നത്? ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് പറയാത്തത് കൊണ്ട്, ഖിയാമത്ത് നാളിന്റെ ദിനം എന്ന് പറയാത്തത് കൊണ്ട് അടയാളങ്ങൾ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അതിന്റെ മുമ്പെയുള്ള അടയാളങ്ങളും ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന മാരകമായ വിപത്ത്, ഈ മാരകമായ രോഗങ്ങൾ, ഇത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ്. ആഖിറുസ്സമാന് സംഭവിക്കാൻ പോവുകയാണ്. ഈ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ മുന്നേ പലതും സംഭവിക്കേണ്ടതുണ്ട്. എത്രയെത്ര രത്നമായ സത്യങ്ങൾ, എത്രയെത്ര ഉദാഹരണങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നോക്കി നിങ്ങൾ, ലോകത്തെല്ലാവർക്കും സൗകര്യങ്ങളാണ്. ഇന്ന് നമ്മളെ പരിസരത്ത് നമ്മൾ പരിശോധിക്കുമ്പോ ഓലമേഞ്ഞ വീട് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി തരുമാറാകട്ടെ. സൗകര്യങ്ങളില്ലാത്ത വീടുകളില്ല, സൗകര്യമില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ഈ സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സിന് സമാധാനമില്ല. അതാണ് ഏറ്റവും വലിയ വസ്തുത. ലോകത്ത് സംവിധാനങ്ങളൊക്കെ കൂടുന്നുണ്ട്, സൗകര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. ഒരു ചെറിയ വീട് അല്ലെങ്കിൽ ഓലമേഞ്ഞ വീട് എവിടെയാണ് കണ്ടെത്താൻ കഴിയുക? എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. ഇല്ല എന്ന് പറയുന്നില്ല. ഏത് ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ പോലും അവരുള്ളവരെക്കാൾ അധികമായിട്ടുള്ള സംവിധാനത്തിലും സൗകര്യത്തിലുമുള്ള ജീവിതത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സൗകര്യങ്ങളാണ്. ലോകത്ത് എല്ലാവർക്കും സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കി നിങ്ങൾ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങൾ കൈകാര്യകർത്താക്കളായി മാറുമ്പോൾ വിശുദ്ധമായ ഹദീസിൽ കാണാം, അടിമപ്പെണ്ണ് യജമാനനെ പ്രസവിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? ആ ഹദീസിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട ആളുകളൊക്കെ വലിയ നേതൃത്വമായി മാറുന്ന സന്ദർഭം വരിക. പെണ്ണുങ്ങള് അധികാരങ്ങളിലേക്ക് എടുത്തുചാടുക. സ്ത്രീകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഏത് ഭാഗത്തേക്കും സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുക. എവിടേക്കും ഒരു പ്രശ്നവും ഇല്ല. അതേ ആണുങ്ങളെക്കാൾ മേൽക്കോയ്മയിൽ, ആണുങ്ങളെക്കാൾ
സ്ത്രീകളാണ് ഉന്നതിയിൽ, സ്ത്രീകളാണ് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സംസാരിക്കുന്നിടത്ത് അവര് വരുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നിടത്ത് അവര് വരുന്നുണ്ട്. ഇങ്ങനെ പെണ്ണിന്റെ കയ്യിൽ അധികാരങ്ങൾ വരുന്ന കാലമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇനി നിങ്ങൾക്ക് തിരിയുന്ന ഉദാഹരണം കുറെ പറയാണ്. ആണ് പെണ്ണായിട്ട് മാറുക, പെണ്ണ് ആണായിട്ട് മാറുക, ഇതൊക്കെയുണ്ട്. പെണ്ണുങ്ങൾ ആണായിട്ട് മാറുന്നു, പെണ്ണുങ്ങൾ ആണായിട്ട് മാറിയിട്ട് ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറുന്ന, ആണുങ്ങൾ പെണ്ണായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോ ചെറുപ്പക്കാരായ ആണുങ്ങളൊക്കെ മുടി, അവരിപ്പോ മുടിയാൽ ചെവിന്റെ ഭാഗത്ത് പഠിക്കലൊക്കെ ചെറുതൊക്കെ ഒഴിവാക്കിയിരിക്കും. ഇപ്പൊ ഒഴിവാക്കിയിട്ട് എന്താ ചെയ്യുന്നത്? മുടിയുടെ ബാക്കിലേക്ക് പെണ്ണുങ്ങൾ ഇടുന്നതായിട്ട് ഇട്ടിട്ട് പെണ്ണുങ്ങൾ മുടിക്കൊരു സാധനം ഉണ്ടല്ലേ, അതിന്റെ പേരെന്താ? പറഞ്ഞ സാധനം തന്നെ. അപ്പോ അതിട്ടിട്ട് അപ്പൊ ആണുങ്ങളൊക്കെ നടക്കുന്നത്. ചെറുപ്പക്കാർ ഇവിടെ ആർക്കും കാണുന്നില്ലേ? അപ്പോ അതിട്ടിട്ട് നടക്കുന്നത്. കാരണം മുടിയെല്ലാം കൂടി കൊയ്യാണ്. മുടിയെല്ലാം കൂടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോ അത് മേലോട്ടാകും. പണ്ടൊക്കെ നമ്മളെ പെൺകുട്ടിയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട്. ഇപ്പൊ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കരുത്. പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ തട്ടം നോക്കിയിട്ട് അതിന്റെ അടിയിലുണ്ടാവും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞമ്മക്ക് ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഈ മുടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിന്റെ മേലെ തലയെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊന്ന് ചെറുപ്പക്കാരൊക്കെ നിങ്ങൾ ആംഗ്ലമാരങ്ങൾ പരിശോധിച്ചുകൊണ്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു പേരയിൽ ഒന്നെങ്കിലും ഉണ്ടാവും വർഗത്തിൽ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ആൺകുട്ടികളൊക്കെ പെണ്ണിനെ പോലെയായി മാറുന്നൊരവസ്ഥ, പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നൊരവസ്ഥ. ആണുങ്ങളുടെ ജീൻസ് പാന്റ്. ഇപ്പോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ പെരുന്നാൾക്ക് ഒരു പാന്റിന് എടുത്താൽ മതി. കാരണം എന്താ? രണ്ടാൾക്കും അങ്ങോട്ട് കൊണ്ടും പറ്റും, രണ്ടാളെ കുപ്പായും ഏറെക്കുറെ എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പറഞ്ഞിട്ടുണ്ട്. ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണ്, രണ്ടും നരകത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ ആൺകുട്ടികളെ, ചെറിയ കുട്ടികളുടെ തല കണ്ടില്ലേ നിങ്ങൾ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പോ ഒരു കുട്ടിയെ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ കുട്ടി 4 വയസ്സ് പ്രായമായിരുന്നു. ആ കുട്ടിന്റെ തലന്റെ മേൽഭാഗത്ത് മാത്രമേ മുടിയുള്ളൂ. ഞാൻ ചോദിച്ചു, ഇതിന് വരെ ചൊറിയും വന്നിരുന്നോ എന്ന് ചോദിച്ചു. ഇവിടെ വരെ ചൊറി വന്നിട്ട് അസുഖം വന്നിട്ട് അങ്ങനെ അല്ല, അസുഖം അല്ല, അത് പിന്നെ എന്റെ മോള് കൊണ്ടേക്ക് വെട്ടിച്ചതാണ്. മോള് കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയത്? ബ്യൂട്ടി പാർലറാണ് ഗുണമായി. അല്ലെ എന്തിന്റെ പറഞ്ഞാൽ നിവർത്തില്ല, നിങ്ങൾ കൊണ്ടോണ്ടാണ് പോലും എടുക്കുമല്ലോ. അപ്പൊ അത് മോളെ കൊണ്ടുപോയിട്ട് എന്താക്കാണ്? എന്റെ മോന്റെ കുട്ടിയാണ്, മോനക്ക് ഒറ്റ കുട്ടിയുള്ളൂ. അപ്പൊ ഇവൻ എല്ലാവരും കൂടി ലാളിച്ചാണ് പൊരയിലുണ്ടാക്കുന്നത്, വളർത്തുന്നത്. ഇവൻ ആൺകുട്ടിയാണ്. അപ്പൊ എല്ലാവരും കൂടി ബഹുമാനിച്ച് ആദരിച്ച് വളർത്തുമ്പോ പിന്നെ ഓനെ കൊണ്ടുപോയിട്ട് എന്റെ മോള് കൊണ്ടുപോയിട്ട് കാട്ടിക്കൂട്ടിയതാണ്. ഞാൻ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒന്നുണ്ട്. ആ കുട്ടിയെതിരെ സാക്ഷി നിൽക്കുന്ന ഓർമ്മ യാസീൻ ഓതിയിട്ട് ദ്വാരന്നിട്ട് ഉമ്മാന്റെ കവറ് സ്വർഗായി കിട്ടാന്ന് പറഞ്ഞാൽ കോവിഡ് മാറിപ്പോണ്ടി വരും. ആ കുലത്തിലായി മാറും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ രീതിയിൽ വന്നതിനെ സംബന്ധിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടം എത്തുമ്പോൾ ജൂതന്മാരുടെ വിഷയങ്ങളൊക്കെ വാങ്ങുന്ന വിഭാഗം വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തികച്ചും ജൂതന്റെ സ്വഭാവമാണ് അത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എല്ലാ അടയാളങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ചുരുങ്ങിയ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഖിയാമത്ത് നാളുമായി, ലോകാവസാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. പറഞ്ഞ ഉടനെ പിന്നെ പറയുന്നത് സ്വർഗമാണ്, പറഞ്ഞ ഉടനെ പറയുന്നത് നരകമാണ്. സൂറത്ത് യാസീൻ നിങ്ങൾ കണ്ടില്ലേ? ഇന്നാ സ്വഹാബൽ ജന്നത്തി അൽയൗമ ഫീ ശുഗ്ലിൻ ഫാഖിഹൂൻ. സ്വർഗ്ഗവാസികൾ അവർ ചില ജോലികളിൽ അവർ സ്വർഗ്ഗത്തിലാണുള്ളത്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അവരും അവരുടെ ഇണകൾ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. സ്വർഗ്ഗത്തിന്റെ നിഴലുകളിൽ ചാരിയിരിക്കുന്നതാണ്. സ്വർഗ്ഗത്തിന്റെ കട്ടിലുകളിൽ അവരിങ്ങനെ ചാരിയിരിക്കുന്ന രംഗമുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലഹും ഫീഹാ ഫാഖിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവരവർക്ക് ഫ്രൂട്ട്സുകൾ കിട്ടുന്നുണ്ട്. വലഹും മാ യദ്ദഊൻ. എന്താണോ തീരുമാനിക്കുന്നതെങ്കിൽ അതെല്ലാം സ്വർഗ്ഗത്തിൽ അവർക്ക് ലഭ്യമാണ്. സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം. അവർക്ക്
സലാം കൊടുക്കുന്നുണ്ട്, അള്ളാഹുവിനക്ക് രക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനില് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞെടുത്ത് ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പിന്നെ മനുഷ്യന്റെ അമലുകളെ സംബന്ധിച്ചാണ്. പറഞ്ഞിട്ട് പിന്നെ അവസാനിപ്പിക്കാനുള്ള ആൾമാരുകളെ സംബന്ധിച്ചാണ്. അതെന്തിനാണ് ഖുർആൻ ശരീഫ് അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ പറയാനുള്ള കാരണം പലതുമുണ്ട്. ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു അറബിയായ മനുഷ്യൻ, അപരിചിതനായ മനുഷ്യൻ കടന്നു വരികയാണ്. ആ അപരിചിതനായ മനുഷ്യൻ കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്. നബിയോട് ചോദിക്കുകയാണ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നാണ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ സമയം ഡേറ്റുമാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയും? എന്താ പറയാ? അതിന്റെ ടൈം ആയി ഞാൻ കുറച്ച് വിവരം കിട്ടിയിട്ട് മെസ്സേജ് വന്നിട്ട് ഇൻഷാല്ലാഹ് പറഞ്ഞുതരാം. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് മതസ്സാഅത്തു യാ റസൂലല്ലാഹ്. നബിയെ, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? മത്താ എന്ന് പറയുന്ന സമയമാണ് സൂചിപ്പിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ ദിവസം ഒന്ന് കിട്ടണം അയാൾക്ക്. അതിനാണ് അയാൾ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു, വൈഹക്. വൈഹക്, വൈഹക് എന്ന് പറയുന്നത് അറബി പദമാണ്. നിനക്ക് നാശം പിടിക്കട്ടെ എന്നാണ് പറയുന്ന അർത്ഥം. ആവശ്യമില്ലാത്ത ചോദ്യമാണ് നീ ചോദിക്കുന്നത്. ഇന്ന സാഅത്താതിയ, ഖിയാമത്ത് നാൾ വരാനുള്ളതല്ലേ, ഇന്നെന്തിനാ നീ ചോദിക്കുന്നത്? എന്നിട്ട് നബി തങ്ങൾ അയാളുടെ മനസ്സിനെ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനസ്സിനെ മാറ്റം വരുത്തുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ അയാളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിച്ചുകൊണ്ട് സമയം കളയുന്ന മനുഷ്യ, നീ വേണ്ടതെന്താണ്? നീ എന്താണ് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നത്? എന്താണ് നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? നമ്മൾ ഇന്ന് തന്നെ മരിക്കേണ്ടി വന്നാൽ, നമ്മളെ ഖിയാമത്ത് നാൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളെ താവളഞ്ചേരിയിലൊക്കെ മുദരിസായിരുന്ന ശിഹാബുദ്ദീൻ സഫാഫി, ശിഹാബുദ്ദീൻ അഹ്സനി എന്ന് പറയുന്ന യുവ പണ്ഡിതൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു. അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദാബുകളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ഞാൻ താവളഞ്ചേരിയിൽ നിന്ന് ദർസ് അവിടെ ഒഴിവായി പോന്നപ്പോ അന്ന് മുദരിസായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ 2 വർഷക്കാലം അദ്ദേഹം സേവനം ചെയ്തു. ചെറുപ്പക്കാരനാണ്, ഏകദേശം 34 വയസ്സ് പ്രായമുള്ളൂ. എന്തേ അസുഖം വന്നത്? കൊറോണ വന്നുകൊണ്ട് മരണപ്പെട്ടതല്ല, അല്ലെങ്കിൽ ക്യാൻസർ വന്നുകൊണ്ട് മരണപ്പെട്ടതല്ല. ആ മനുഷ്യന് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വന്നു, ശരീരത്തിന് പനി പിടിച്ചു. പനിയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ യാതൊരു രോഗവും നിങ്ങൾക്ക് ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങളെ കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ്, വിശുദ്ധമായ റമദാനിന്റെ വെള്ളിയാഴ്ച രാവ്, രാത്രി 11 മണി സമയമാകുമ്പോ ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുകയാണ്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല, ഭാര്യയും 2 ചെറിയ മക്കളുമാണുള്ളത്. ആ സഹോദരന്റെ ഖബർ, അഹ്സനിയുടെ ഖബർ, ആഫിലാൻ അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ പറഞ്ഞു, കോവിഡ് വന്നിട്ടാണ് പലരും മരിച്ചു പോകുന്നത്. ഇയാൾക്ക് എന്തുകൊണ്ടാണ് മരിച്ചത്? അയാളെ സമയത്ത് ഇപ്പൊ അയാളുണ്ടോ മരണപ്പെട്ടു. എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിൽ പലരുടെയും ഭാര്യമാര് മരണപ്പെട്ടു. അല്ലാഹുവേ, അവരുടെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ അദാബുകളിൽ നിന്ന് സലാമത്ത് കൊടുക്കണം അല്ലാഹ്. ഓരോരുത്തരുടെയും ഖിയാമത്ത് നാൾ അവനവന്റെ മരണമാണ്. ആ മരണത്തോടുകൂടെ അവന്റെ ആഖിർ കഴിഞ്ഞു, അവന്റെ ആഖിറിൽ യൗമൽ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നരകം, അവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗമാണ്. ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? എന്താണ് അതിനുവേണ്ടി നീ തീരുമാനിച്ചിരിക്കുന്നത്? നീ എന്താണ് അതിനുവേണ്ടി കണക്കാക്കിയിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മനുഷ്യനോട് ചോദിക്കുമ്പോൾ, അതാണ് ഏറ്റവും
ബുദ്ധിപരമായ ചോദ്യം. ഖിയാമത്ത് അലാമത്തെ പറ്റി ഞാൻ വയല് പറഞ്ഞിട്ട് ഖിയാമത്തിന്റെ സംഭവങ്ങളെ സംബന്ധിച്ച് കുറെ വയല് പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? എന്താ നിന്റെ കയ്യിലുള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത്. അയാളുടെ ഒറ്റ വാക്കിലുള്ള മറുപടി എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ കയ്യിൽ ധാരാളം നിസ്കാരങ്ങളില്ല, ധാരാളം നോമ്പുകളും എന്റെ കയ്യിലില്ല. പിന്നെന്താ ഉള്ളത്? എങ്കിലും ഞാൻ ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നു. ഈ ഒരു മഹബ്ബത്തല്ലാതെ, ഈ ഒരു സ്നേഹമില്ലാതെ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി നിസ്കരിക്കാനില്ല, നോമ്പെടുക്കാനില്ല, ആ മനുഷ്യനോട് സക്കാത്ത് കൊടുക്കാനില്ല, അയാളോട് മറ്റുള്ളത് ചെയ്യാനില്ല. റസൂലുള്ളാഹി പറഞ്ഞ മറുപടി അൽ മർഉ മഅ മൻ അഹബ്ബ. നീ പറഞ്ഞത് വല്ലാത്ത പരമാർത്ഥമാണ്, വല്ലാത്ത യാഥാർത്ഥ്യമാണ്. അൽ മർഉ, ഒരു മനുഷ്യൻ, മഅ മൻ അഹബ്ബ, ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹിക്കുന്നവരോട് കൂടെയാണ്. നബി മുഹമ്മദ് മുസ്തഫ ഈ ഹദീസിന്റെ അവസാനത്തിൽ കാണാം അന്ന് മുസ്ലിമീങ്ങൾ, സ്വഹാബിമാർ ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങൾ, അവര് സന്തോഷിച്ചിട്ടില്ല, ഒന്നുകൊണ്ടും സന്തോഷിക്കുന്നില്ല. ഈ ഹദീസ് കിട്ടിയപ്പോഴുള്ള സന്തോഷമുണ്ട്, ആ സന്തോഷത്തിനേക്കാളും വലിയ സന്തോഷം വേറെ ഹദീസ് കേട്ടപ്പോ സ്വഹാബിമാർക്ക് ഉണ്ടായിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം സ്വഹാബിമാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണാം. വളരെ അടിവരയിട്ടുകൊണ്ട് ഉമ്മമാരെ ചിന്തിക്കണം. അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹിക്കുന്നവരോട് കൂടെയാണ് പാരത്രിക ലോകത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ മക്കളും നമ്മളെ മരുമക്കളും നമ്മളെ ബന്ധപ്പെട്ടവരും ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോയാൽ വിദ്യാർത്ഥിനികളെ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ പ്രായമാണ് നിങ്ങൾക്കുള്ളത്, അതേ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സന്ദർഭങ്ങളാണ്. അല്ലാഹു നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും സാലിഹീങ്ങളായ ഭർത്താക്കന്മാർ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്നീ സമയത്ത് ദുആ ചെയ്യുകയാണ്. കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടവരാണ്, അതേ ഒരു കുടുംബമായിട്ട് വലിയൊരു സംഭവമായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളെ തുടക്കം മുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, തുടക്കം മുതൽ ജീവനുള്ളവരാവാൻ വേണ്ടിയാണ് ഈ മഹത്തായ സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, എല്ലാം പകവെച്ചുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മാറിയാൽ എല്ലാ ദിവസവും ഹദ്ദാദ് ചെല്ലുന്ന രീതിയിൽ, എല്ലാ ദിവസവും ദിക്ർ ചെല്ലുന്ന രീതിയിൽ, അല്ല നിസ്കാരം ഖളാ വരാതെ കണ്ട് ഫർദായ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തരുമ്പോൾ ആ കുട്ടികൾ കണ്ടു പഠിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ മോഡലാണ് അവര് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുമ്പോൾ എവിടുന്നാ നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടിയത്, എവിടുന്നാണ് ആ ശീലം കിട്ടിയത്? അത് നിങ്ങളുടെ ഗുരുനാഥന്മാര് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന ശീലങ്ങളാണ്. ആ ശീലം നിങ്ങളെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല. അത് കണ്ടുകൊണ്ട് നിങ്ങളെ മക്കള് പഠിക്കുമ്പോൾ ആ മക്കളുടെ സലാം, ആ മക്കളുടെ പ്രാർത്ഥന, ആ മക്കളുടെ ഖുർആനുകൾ അതേ നിങ്ങൾക്ക് നാളെ പാരത്രിക ലോകത്തുണ്ടാവുകയുള്ളൂ. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മളെ മക്കളുടെ തലകൾ ആക്കി മാറ്റിയാൽ, തങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതിയാക്കി മാറ്റിയാൽ 8, 9, 12, 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ധരിക്കുന്ന ഡ്രസ് പെരുന്നാളിന്റെ സമയത്ത് നിങ്ങൾ മാറ്റി വാങ്ങിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളെ സ്നേഹി
സ്നേഹിക്കുന്ന വിഭാഗത്തിൽ നിങ്ങൾ പെടുന്നില്ല. നിങ്ങളുടെ വാപ്പമാരെ പെടുന്നില്ല, ഉമ്മമാരെ പെടുന്നില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് മുഖമൂടി ധരിച്ചിട്ടാണ് വരുന്നത്. അതേ കയ്യും കാലുമൊക്കെ മറച്ചുകൊണ്ടാണ് വരുന്നത്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ക്ലാസ്സിന് വരുന്നത്? എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചിന്ത എന്താണ്? നിങ്ങളുടെ മനസ്സ് എന്താണ് മന്ത്രിക്കുന്നത്? ഈ ഒരു 2 വർഷക്കാലം പ്ലസ് ടുവിന്റെ ക്ലാസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതും കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമ്മൾ ചില വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതുവരെ ഈ വേഷവിധാനത്തിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു ശൈലിയൊന്നും വേണ്ട എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുഖംമൂടി എടുത്തുകൊണ്ട് വലിച്ചെറിയേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സോക്സ് വെക്കേണ്ടതില്ല, കാലിൽ നിങ്ങൾ മറക്കേണ്ടതില്ല, പർദ്ദ നിങ്ങൾ ധരിക്കേണ്ടതില്ല. കാരണം എന്തിനാ ധരിക്കുന്നത്? ധരിച്ചത് കൊണ്ട് ഫലം കിട്ടണ്ടേ? 1 മാസത്തേക്കുള്ളതല്ലല്ലോ ജീവിതം, 2 മാസത്തേക്കുള്ളതല്ലല്ലോ ദീനം. ജീവിതത്തിന്റെ നിഖില മേഖലയിൽ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ദീനീ പഠനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ആഖിറം ചിന്തിക്കുന്ന പെണ്ണുങ്ങ സഹോദരിമാര്, ആഖിറത്തിന്റെ രക്ഷ ചിന്തിക്കുന്ന വിദ്യാർത്ഥിനികള്, ഈ നിലനിൽക്കുന്ന വേഷമുണ്ടല്ലോ അത് നിങ്ങളുടെ മരണം വരെ നിലനിർത്തേണ്ടവരാണ്. അതുകൊണ്ടാണ് ബീവി ഫാത്തിമത്തു സഹ്റ അവിടെ നിന്ന് വഫാത്തായപ്പോ എന്റെ മയ്യത്ത് രാത്രിയാണ് മറവ് ചെയ്യേണ്ടത്. എന്തിനാ രാത്രി മറവ് ചെയ്യുന്നത്? എന്റെ ജീവിതത്തിൽ ഒരു അന്യവരാണ് എന്റെ ശരീരത്തിന്റെ വടിവുകളും എന്റെ ശരീരത്തിന്റെ രീതികളും എന്റെ ശരീരത്തിന്റെ സാഹചര്യം ഒരൊറ്റ മനുഷ്യനും കണ്ടിട്ടില്ല, ഇനി ഒരാളും എന്നെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് രാത്രിയിലേക്ക് മയ്യത്ത് നീക്കി വെക്കാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരോടുകൂടെ പാരത്രിക ലോകത്ത് നിങ്ങളെ ഒഴിവാക്കപ്പെടുന്നതാണ്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് അൽ-മാരിയ പറയുന്നത് ലോകാവസാനമാണ്, സൂറത്ത് സൽസല പറയുന്നത് ലോകാവസാനമാണ്. 2 സൂറത്തിന്റെയും അവസാനമാകുന്നുണ്ട്. എന്താ പറയുന്നത്? അതേ ഖിയാമത്തിന്റെ സാഹചര്യം വരുമ്പോ ജനങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നുണ്ട്. ഭൂമി അതേ കിടികിട വിളക്കപ്പെടുന്ന സമയം വരുന്നുണ്ട്. ഭൂമിയുടെ താഴെയുള്ളതൊക്കെ മേലേക്ക് വരുന്ന സമയമുണ്ട്. മനുഷ്യൻ പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഭൂമി ലോകത്തിന് സംഭവിക്കുന്നത്? നേരത്തെ ഞാൻ യാസീനെ പരാമർശിച്ചപ്പോൾ അവിടെ മുഅ്മിനീങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നു. അതേ മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഖാലുയാ വൈലനാ മംബാസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അത് മുഅ്മിനീങ്ങളാണ് പറയുന്നത്. ഇത് മുർസലീങ്ങൾ പറഞ്ഞ സത്യങ്ങളാണ്. ഞങ്ങൾ കിടന്നിടക്കുന്നത് ഉറങ്ങുന്നേടത്ത് ഞങ്ങളാരാ തട്ടി ഉണർത്തിയത്? നമ്മളിതാ മഹ്ശറിലേക്ക് പോകുന്നു എന്ന് മുഅ്മിനീങ്ങൾ പറയുന്ന രംഗമാണെങ്കിൽ വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യന്മാരെ പറയുന്നു എന്താണ് സംഭവിച്ചത്? ഈ പറയുന്നത് അവിശ്വാസികളാണ്. കാരണം ഭൂമിക്ക് മാറ്റങ്ങൾ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ ഭൂമിയുടെ താഴെയുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയുടെ മേൽഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി സംസാരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ബിഅന്ന റബ്ബക ഔഹാലഹാ, ഭൂമിക്ക് അല്ലാഹു സന്ദേശം കൊടുക്കുന്നുണ്ട്. യൗമൈദിൻ യസ്തുറുന്നാസ് അഷ്താഅൻ ലിയറൗ അഅ്മാലഹും, ജനങ്ങൾ ഛിന്ന ഭിന്നമായിട്ട് അവനവന്റെ അഅ്മാലുകളൊക്കെ കണ്ടെത്തിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ഒരു അണുവണി തൂക്കം. എന്താണ് ഈ പറയുന്നത്? നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് അണുവണി എന്നൊക്കെ പറയുന്ന, ഒരു അണുവിന്റെ ഖദർ എന്നൊക്കെ നമ്മൾ പണ്ടേ പറയുന്നുണ്ട്. എന്താണ് സഹോദരിമാരെ ഈ അണുവിന്റെ തൂക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ ആ സൂര്യൻ നമ്മളെ കൊലായിലേക്ക്, നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് അതിന്റെ വെളിച്ചം വരുന്നുവെങ്കിൽ ദൂരെ നിന്ന് നമ്മളിങ്ങനെ നോക്കിയാൽ അതിലിങ്ങനെ പൊടിപടലങ്ങൾ കാണുന്നില്ലേ? ആ പൊടിപടലങ്ങളിൽപ്പെട്ട ഒരു പൊടിയെ നിങ്ങൾ എടുക്കുക. ആ പൊടിപടലങ്ങൾ നോക്കി കാണണമെന്നുണ്ടെങ്കിലും കണ്ണിന് ശകലം കാഴ്ച കുറവുള്ള മനുഷ്യനാണെങ്കിൽ ഒരു പക്ഷേ അത് കാണാൻ കഴിയില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണട വെക്കേണ്ടി വരും. ചിലപ്പോൾ യഥാർത്ഥ
കഴിയില്ല. അതിന് മാത്രം ചെറിയ പൊടിപടലങ്ങൾ ആ പ്രകാശത്തിൽ ഇങ്ങനെ പറക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? അതിൽ നിന്ന് നിങ്ങൾ ഒരെണ്ണം എടുക്കുക. ആ ഒരെണ്ണത്തിനെ സംബന്ധിച്ചാണ് ദർവത്ത് എന്നുള്ള പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. പൊടിപടലങ്ങളിലുള്ള ഒരു പൊടിയെടുത്തിട്ട് ആ പൊടിയുടെ അളവെത്രയാണ്, അതിന്റെ രൂപം എത്രയാണ്, അതിന്റെ കണക്കെത്രയാണ്, ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ രൂപവും അതിന്റെ കനവും അതിന്റെ രീതിയൊക്കെ മറന്ന് ചിട്ടപ്പെടുത്തി മനസ്സിലാക്കേണ്ട സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആ പൊടിയെ സൃഷ്ടിക്കാൻ ആധുനിക സംവിധാനങ്ങളെ കൊണ്ട് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ പൊടിയെ സംബന്ധിച്ചാണ് ഫമയ്യാമൽ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, ആണാവട്ടെ പെണ്ണാവട്ടെ ഉസ്താദാവട്ടെ മൊയ്ലാനാവട്ടെ ആരാവട്ടെ, ആര് നിങ്ങളുടെ കൂട്ടത്തിൽ ചെയ്തു മിസ്ഖാല ദർറത്തിൻ, ഒരു ചെറിയ പൊടിപടലത്തിന്റെ അംശം ഖൈറൻ നിങ്ങൾ ചെയ്താൽ യറഹു, ആ ഖൈറൻ അവൻ കാണുന്നുണ്ട്. അല്ലാഹു നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. അപ്പൊ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഖൈർ ചെയ്യുന്നുണ്ടല്ലോ. ഒരു പൊടിപടലത്തിന്റെ കണക്കനുസരിച്ചുകൊണ്ട് അത് ഞങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണമാണ്. കടകിന്റെ പണിയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഉലുവയുടെ വലിപ്പമുള്ളതാണ്, കുരുമുളകിന്റെ വലിപ്പമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ കുറച്ചെങ്കിലും വലിപ്പമുണ്ടായിരുന്നു കടകിന്റെ പണി എന്നൊക്കെ പറയുമ്പോ ഞാൻ ഈ പറഞ്ഞത് അവസാനത്തെ വാക്കാ പറഞ്ഞത്. പൊടിപടലങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്ന അതിൽപ്പെട്ട ഒരു ചെറിയ പൊടി, ആ പൊടിയാണ് ദർവത്ത് എന്ന് പറയുന്നത്. അത്ര നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും, സംശയം വേണ്ട. നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ നിങ്ങളെ വലത്തെ കയ്യിൽ കിട്ടുന്ന ഇടത്തെ കയ്യിൽ കിട്ടുന്ന ഒരു കിതാബുണ്ട്. ചെറുതും വലുതും എല്ലാം അതിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോ ഒരു പൊടിപടലത്തിന്റെ ചെറിയൊരു അംശം ഖൈർ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തൗബ കൊണ്ട് വെറുപ്പിക്കപ്പെടാതെ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോകുമ്പോ ഒരു പൊടിപടലത്തിന്റെ ചെറിയൊരു അംശം അപ്പുറത്ത് കാണുന്നു. അല്ലാഹു നമ്മളെ നന്നാക്കി പെരുമാറാവട്ടെ. വല്ലാതെ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, വല്ലാതെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ-ഖാരിയത്തിന്റെ അവസാനം അവിടെയും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാ പറയുന്നത് പർവ്വതങ്ങളൊക്കെ പറന്നു പോകുന്ന സമയം വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു അവനവന്റെ മീസാനുകൾ അതിന് തൂക്കം കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ വളരെ സന്തോഷകരമായ ജീവിതത്തിലാണ്. അവനവന്റെ മീസാനുകൾ അതിന് തൂക്കം അതിന്റെ കനം കുറഞ്ഞാൽ വല്ലാത്ത കഷ്ടത്തിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. കരിച്ചു കളയുന്ന, കരിപ്പിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന നരകമാണ് വരാനുള്ളത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനസ്സിന് ചോദ്യമുണ്ട്. ഉമ്മമാരെ, ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിരിക്കാൻ ഫാന് കറങ്ങുന്നുണ്ട്, സൗകര്യമുണ്ട്, ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇരിക്കുന്നിടത്ത് മണ്ണില്ല, പടികളില്ല. എത്ര സന്തോഷത്തിലാണ്. ഈ ഇരുത്തത്തിൽ മനസ്സുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹ്. പറഞ്ഞില്ലെങ്കിൽ എന്താണ്? അല്ലാഹു തന്ന നിയമത്തുകളെ സംബന്ധിച്ചൊക്കെ പാരത്രിക ലോകത്ത് ചോദ്യമുണ്ട്. എത്ര അനുഗ്രഹമാണ് അല്ലാഹു ചെയ്തു തരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും യജമാനായ റബ്ബിന്റെ അരികിൽ ചോദ്യമുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കി പെരുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു നമ്മളെ സദസ്സ് കബൂൽ ചെയ്യും.